എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഈ വെൽക്കം ബാക്കിന് ഇത്രയും ഞാനൊരു പവർ കൊടുക്കുന്നതിന് കാരണം വേറൊന്നുമല്ല, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. ഓൾമോസ്റ്റ് മന്ത് ആയിട്ടുണ്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പം അതിൻ്റെ കാരണം ഫസ്റ്റ് ഓഫ് ഓൾ എന്താന്നുള്ളത് ഞാൻ എൻ്റെ ചാനലിൽ പറഞ്ഞിട്ടില്ല. ഞാൻ പോകുന്നതിന് മുൻപേ വരെയാണ് കൂടുതലും ഞാൻ ഫുൾ വ്ളോഗിൽ പറഞ്ഞിരിക്കുന്നത്. പോവാറായി, ബാക്ക് പാക്കിംഗ് തുടങ്ങി, അങ്ങനെയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ. പക്ഷെ പോയതിന് ശേഷം ഒരു ഡേ ഇൻ മൈ ലൈഫോ അങ്ങനെ ഒരു ഫുൾ വ്ളോഗ് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. ആളുടെ ചാനലിലാണ് ഇവിടുന്ന് പോകുന്ന വ്ളോഗും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തത്. അപ്പം അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും 9th മന്ത് സ്റ്റാർട്ടായപ്പോൾ മുതൽ ഞാൻ തനിച്ചാണ്. അപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ നല്ല മടിയാണ് വീഡിയോ എടുക്കാനും. അതായത് ആ പോയതിൻ്റെ ഒരു വിഷമവും മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറി മാറി വരുന്നേ ഉള്ളൂ. അതങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മാറില്ലല്ലോ. അത് കൂടുതലും ഈ നമ്മൾക്ക് മനസ്സിലാവാന്ന് പറയുന്നത് കുറേയൊക്കെ ഹസ്ബൻഡ് പുറത്തുള്ളവരുടെ വൈഫ് ഉള്ളവർക്കായിരിക്കും കൂടുതലും മനസ്സിലാവല്ലാത്തവർക്ക് പറയുമ്പോൾ ഈ വിഷമമൊക്കെ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എനിവേസ്, അപ്പോൾ അതിന് ശേഷം ഞാൻ വീഡിയോസ് ഒന്നും എനിക്കധികം പോസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ പറ്റില്ല. എന്നാലും ഞാൻ ഷോർട്സ് കാര്യങ്ങളൊക്കെ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്ഡേറ്റ്സ് കുറച്ച് വന്ന നല്ല നല്ല അപ്ഡേറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ റീസൺ തന്നെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പ്രഗ്നൻസി ജേണി അല്ലെങ്കിൽ ഒരു 8 മാസത്തോളം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പോയി കഴിഞ്ഞതിന് ശേഷം, ജോബിന് പോയതിന് ശേഷം ഞാൻ എന്തോരം എന്താ പറയുക, വീഡിയോസ് ഒന്നും ഇടുന്നില്ലെങ്കിൽ തന്നെ മനസ്സിലാവും ഞാൻ എന്തോരം ആളിൽ ഡിപ്പെൻഡഡ് ആയിരുന്നു എന്നുള്ളത്. സോ ഫ്രം എന്താ പറയുക, വെരി ഫസ്റ്റ് മന്ത് ഓൺവേർഡ്സ്, അതിന് മുന്നേ ആളുണ്ട്, എന്നാലും ആ ഒരു ജേർണിയിൽ ആദ്യത്തെ മാസം മുതൽ ലൈക്ക് 8-9 മാസത്തോളം വരെ, 9ാമത്തെ സ്റ്റാർട്ടിങ് ആയപ്പോഴത്തേക്കാണ് ആള് പോയത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ 37 വീക്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആ ഒരു ജേർണിയിൽ. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു, ഇപ്പം എത്ര വീക്സായി ഇഷ്യൂ, എത്ര വീക്സായി അല്ലെങ്കിൽ എത്ര മന്തായി, ഡ്യൂ ഡേറ്റ് എന്നാ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡ്യൂ ഡേറ്റ് എന്തായാലും മെയ് എൻ്റോട് കൂടി ഉണ്ട്. 37 വീക്സ് ഇപ്പം എന്തായാലും കംപ്ലീറ്റ് ആയി. അപ്പോൾ 38th ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ജേണിയുടെ ഇനീഷ്യൽ മന്തിൽ നിന്ന് തന്നെ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. സോ ഇനീഷ്യൽ 3 months, ആ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു പീരീഡിൽ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. 3 months എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ആകെ കൂടെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് സ്മെൽസ് ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇതിനെ കൊണ്ട് ഞാനൊരു പെർഫ്യൂംസോ മോയ്സ്ചറൈസേഴ്സോ അല്ലെങ്കിൽ ബോഡി ലോഷൻസോ ഈവൻ ബോഡി വാഷ് പോലും ഞാൻ യൂസ് ചെയ്യിപ്പിക്കുന്നത് ഭയങ്കര മൈൽഡായിട്ടുള്ള അല്ലെങ്കിൽ ആയുർവേദിക് സ്മെല്ലുള്ള അതൊക്കെയായിരുന്നു എനിക്ക് പറ്റുന്ന സ്മെൽസ് കാര്യങ്ങൾ. പക്ഷെ ഞാൻ വൊമിറ്റ് ചെയ്യില്ലായിരുന്നു. അങ്ങനെ ഒരു ശീലം മാത്രം എനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ ലക്കിലി ഞാൻ ആ ഒരു കാര്യത്തിൽ ഭയങ്കര ബ്ലെസ്ഡ് ആയിരുന്നു. സാധാരണ ഞാൻ കേട്ടിട്ടുണ്ട് കുറേ പേരൊക്കെ പ്രഗ്നൻസി ആ ഒരു ടൈമിൽ വൊമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റില്ല, കൺട്രോളിങ് അല്ലാത്ത രീതിയിൽ ഇതാവുന്നൊക്കെ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യത്തിൽ ഞാൻ സേഫായിരുന്നു. സ്മെല്ല് പറ്റുന്നുണ്ടായിരുന്നില്ല. സ്മെല്ല് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ സ്മെല്ല് വരുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കര വീക്കാവും, ടയേർഡാവും, അങ്ങനെ ഒരു ഫീലിങ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി സെക്കൻഡ് ട്രൈമസ്റ്ററിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് ആകെ കൂടെ എനിക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് മൈഗ്രെയിൻ. ആ മൈഗ്രെയിൻ ഭയങ്കര സിവിയർ ആവാൻ തുടങ്ങി. അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് വരുമായിരുന്നു. ഒരു 4th, 5th, 6th മന്ത് വരെ ഫ്രീക്വൻ്റ് ആയിട്ട് മൈഗ്രെയിൻ വരുമായിരുന്നു. അപ്പോൾ ഡെയിലി രാവിലെ എഴുന്നേൽക്കുന്നത് മൈഗ്രെയിൻ, എവിടെയെങ്കിലും ഒന്ന് പയ്യെ നടന്ന അപ്പം മൈഗ്രെയിൻ, പുറത്തേക്ക് ഇറങ്ങിയ മൈഗ്രെയിൻ, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കഴിഞ്ഞാൽ മൈഗ്രെയിൻ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും എനിക്ക് ആ മൈഗ്രെയിൻ വരുമായിരുന്നു. ഫുഡ് കഴിച്ച് പ്രോപ്പർ ടൈമിൽ ഫുഡ് കഴിച്ചില്ലെങ്കിൽ മൈഗ്രെയിൻ വരും. അപ്പം ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു ഞാൻ സെക്കൻഡ് ട്രൈമസ്റ്ററിലേക്ക് വന്നപ്പോൾ. അപ്പോൾ ആ സമയത്ത് ചൈന ആണെങ്കിലും അല്ല മമ്മി ഇവരൊക്കെ ഏത് നേരം ഇങ്ങനെ വിചാരിക്കുന്നത് ഇതെന്താ. അപ്പോൾ ഡോക്ടറുടെ അടുത്ത് ഞാനത് പറയുമ്പോഴും ഡോക്ടർ പറഞ്ഞത് ഇനി ഒരുപാട് ഇത് വരികയാണെങ്കിൽ MRI ഒക്കെ ചെയ്ത് നോക്കേണ്ടി വരും, ന്യൂറോനെ കാണിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ടെൻഷനായി. പിന്നെ അത് കഴിഞ്ഞ് 3rd ട്രൈമസ്റ്റർ സ്റ്റാർട്ടായപ്പോൾ, ട്രൈമസ്റ്റർ 3rdiലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി എനിക്കെന്താ പറയുക, ഹെവിയറായിട്ട് തോന്നിയൊരു സംഭവം. വയറല്ല കേട്ടോ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് ഭയങ്കര സ്ലീപ്പിംഗ് പാറ്റേണിൽ ഭയങ്കര
ചേഞ്ചസ് വന്നു തുടങ്ങി. കാരണം ഡെയിലി ഞാനൊരു 10-11 മണിക്കൊക്കെ ഉറങ്ങാൻ കിടന്ന ആ ഒരു ടൈമിൽ ഒരു 10-15 മിനിറ്റിൽ ഉറങ്ങുന്ന ആളാണ്. പക്ഷെ 3rd ട്രൈമസ്റ്ററിലേക്ക് വന്നപ്പോൾ 2 മണി 3 മണി വരെ എനിക്ക് ഉറക്കം കിട്ടത്തേയില്ല. ആ സമയത്തൊക്കെ എഴുന്നേറ്റ് രാത്രി നടക്കുക, എനിക്ക് എന്താണെന്നറിയില്ല, അങ്ങനെ ഒരു ഫീലിങ്സ് നിങ്ങൾക്കുണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ ചെറുതായി ഇങ്ങനെ ഇക്കിലേക്ക് ആവുന്ന പോലെ ഉള്ളിക്കൂടെ തോന്നുക. ഉറക്കം നല്ലോണം വരും, ബട്ട് ഉറങ്ങാൻ കിടന്നാൽ ഉറങ്ങാൻ പറ്റില്ല, അതാണ് അവസ്ഥ. ഇപ്പം കറൻ്റ്ലി ആ ഒരു സ്റ്റേജ് തന്നെയാണ്. 2 മണി 3 മണി വരെയൊക്കെ ഞാനിങ്ങനെ കണ്ണു തുറന്നിരിക്കും. എത്ര ശ്രമിച്ചാലും എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ഓരോ സ്റ്റേജിൽ. അപ്പം ഈ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഉണ്ടായിരുന്ന സിംറ്റംസ് അല്ല, എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ 2nd ട്രൈമസ്റ്ററിൽ ഉണ്ടായിരുന്നില്ല. 2nd ട്രൈമസ്റ്ററിൽ വന്ന കാര്യങ്ങൾ, അതായത് മൈഗ്രെയിൻ ഒന്നും എനിക്ക് 3rd ട്രൈമസ്റ്ററിലില്ല. ഇപ്പം 3rഡിലുള്ള കാര്യങ്ങൾ എന്തായാലും ഇനി ബേബി വന്നിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇപ്പം കറൻ്റ്ലി എനിക്ക് ആകെയുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഉറക്കം ഇല്ലായ്മ, അത് മാത്രമേ ഉള്ളൂ. ഇതിനെല്ലാം പുറമെ എനിക്കുണ്ടായ ഏറ്റവും വലിയ ചേഞ്ച്, ഇപ്പം നിങ്ങൾ വ്ളോഗിൽ നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ എൻ്റെ അടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഷോർട്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. നന്നായിട്ട് എൻ്റെ സ്കിൻ എന്താ പറയുക ഡാമേജ് ആയിട്ടുണ്ട്. ഡാമേജ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ഔട്ട്സ്, പിമ്പിൾ, ആക്നെ മാർക്സ്. പ്രഗ്നൻസി ഗ്ലോ എന്നുള്ളത് എൻ്റെ കോൺസെപ്റ്റിൽ ഭയങ്കര എന്താ പറയുക, ചിലർക്കൊക്കെ ഭയങ്കര ഗ്ലോയിങ് സ്കിന്നും അതുപോലെ ഭയങ്കര ഭംഗിയൊക്കെ വെക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പ്രഗ്നൻസി പീരീഡിൽ. അപ്പം ഞാനും ഓർത്ത് ഓക്കെ അങ്ങനെയായിരിക്കും. എൻ്റെ മമ്മി അനിയന് പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിലൊക്കെ ഭയങ്കര രസമായിരുന്നു കാണാൻ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഞാനും ഭയങ്കര ഗ്ലോയിങ് ആയിരിക്കും, നല്ല തടി വെച്ചിട്ടുണ്ട്, നന്നായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഭയങ്കര ഗ്ലോയൊക്കെ ആവുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എനിക്ക് നേരെ ഓപ്പോസിറ്റാണ് സംഭവിച്ചത്. നല്ല ആക്നെ, പിമ്പിൾ, ബ്രേക്ക് ഔട്ട്സ്, ഇവൻ നെക്ക്, ബാക്ക് ആക്നെ അങ്ങനെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും എൻ്റെ അടുത്ത് ആദ്യമേ മുതൽ കുറേ പേര് എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തൊരു കാര്യമാണ് നമ്മളുടെ ബെല്ലി നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്യണം, അത് കഴിഞ്ഞ് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ സ്ട്രെച്ച് മാർക്സ് വരുമെന്ന് പറഞ്ഞു. ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ എനിക്ക് നല്ല സ്ട്രെച്ച് മാർക്സ് കിട്ടിയിട്ടുണ്ട്. അതും നല്ല ഫുൾ, എൻ്റെ ബെല്ലി നല്ല ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ എൻ്റെ ബോഡിയിൽ വന്ന വിസിബിൾ ചേഞ്ചസ്. അപ്പോൾ അതിൻ്റെ നല്ല മൂഡ് സ്വിങ്സ് എനിക്കൊരു പീരീഡ് ഓഫ് ടൈമിൽ ഉണ്ടായിട്ടുണ്ട്. മൂഡ് സ്വിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്ന ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ പെട്ടെന്ന് നമ്മളുടെ കണ്ണാടി നോക്കുന്നു, നമ്മളുടെ മുഖത്തുണ്ടായ ചേഞ്ചസ് നമ്മളിങ്ങനെ ഇത് നോക്കിക്കഴിഞ്ഞ് കാണുമ്പോൾ തന്നെ നമുക്കത് അയ്യോ ഇതിങ്ങനെ ആയല്ലോ. പിന്നെ ആകെ കൂടെ ഒരു സമാധാനം എനിക്ക് എൻ്റെ വയറ് കാണുമ്പോഴാണ്. വാവേനെ ഓർത്ത് കഴിയുമ്പോൾ ആ ഒരു സങ്കടം അങ്ങ് മാറും. എന്നാലും കുറേയൊക്കെ ഈ ഒരു ടൈമിൽ ഞാൻ ഡോക്ടേഴ്സ് ആണെങ്കിലും കേട്ടേക്കുന്ന ഒരു കാര്യം, ഈ ഒരു ടൈമിൽ ഉണ്ടാവുന്ന മൂഡ് സ്വിങ്സും സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ആ ഒരു ജേണിയിൽ ഉണ്ടാവും. കാരണം നമ്മളുടെ ബോഡി ചേഞ്ചസ്, മെൻ്റലി ഉള്ള ചേഞ്ചസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ടല്ലോ. അപ്പം അത് മെയിനായിട്ട് എനിക്ക് ഈ ഉറക്കമില്ലാത്തതുകൊണ്ട് ഈ മന്ത് മുതൽ നല്ല ഡാർക്ക് സർക്കിൾസ് ആയി. ഈ പിമ്പിൾസ്, ആക്നെ മാർക്സ് കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 4th മന്തൊക്കെ ആയപ്പോഴത്തേക്കും നന്നായിട്ട് കൂടാൻ തുടങ്ങി. 4th 5th മന്തൊക്കെ ആയപ്പോഴത്തേക്കും ബാക്ക് ആക്നെയും ഫേസിലുള്ള. ഇപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് എത്രത്തോളം ഫ്രണ്ട് ക്യാം ആയതുകൊണ്ട് എനിക്കറിയില്ല കാണാൻ പറ്റുന്നുണ്ടെന്ന്, പക്ഷെ എന്നാലും ഞാൻ ആ ക്ലിപ്പ് കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഇതിൻ്റെ ഒരു ഘടകമാണെന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും എനിക്ക് എൻ്റെ ലൈഫിൽ എന്നെ മാറ്റിമറിച്ചൊരു കാര്യം 9th മന്തിൽ ഇപ്പം ഈ ഉറക്കവും തലവേദനയും അല്ലെങ്കിൽ ഫസ്റ്റ് മന്തിലുണ്ടായ സ്മെല്ല് ഇതൊക്കെ മാറ്റി നിർത്തിയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം വന്നൊരു കാര്യം എനിക്ക് ഷുഗർ പിടിച്ചു. 7ാമത്തെ മാസം മുതൽ ഒരു 6th മന്തിൻ്റെ എൻഡോടുകൂടി 3rd ട്രൈമസ്റ്ററിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ തന്നെ ഷുഗർ കിട്ടി. ഷുഗർ പിടിച്ചോടുകൂടി തന്നെ ഡോക്ടർ എന്നോട് നല്ലോണം ചോറ് അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞു, അതുപോലെ സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു. അപ്പം എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായ കാര്യം, ഞാൻ അങ്ങനെ സ്വീറ്റ്സിനൊന്നും അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളല്ല, പക്ഷെ എന്നാലും ജ്യൂസ്, നിങ്ങൾ എൻ്റെ പണ്ടത്തെ ഷോർട്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ABC ജ്യൂസ് ഡെയിലി കുടിക്കുമായിരുന്നു. പിന്നെ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് കരിക്ക് അങ്ങനെയൊക്കെ ചായ വാങ്ങിച്ചുകൊണ്ടും തരുമായിരുന്നു. ഇപ്പോൾ 7, 8, 9 മാസമായിട്ട് എനിക്കെന്താ പറയുക, ജ്യൂസ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനം അതെനിക്ക്. പക്ഷെ എന്നാലും ഞാൻ ജ്യൂസിൽ അങ്ങനെ ഷുഗറൊന്നും ആഡ് ചെയ്യാറുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് ചോറ് കഴിക്കുമായിരുന്നു. 3 നേരം ചോറ് കിട്ടിയാൽ 3 നേരം കഴിക്കും. രാവിലെ അരിഭക്ഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയായിരുന്നു.
പക്ഷേ ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഭയങ്കര വിഷമമുണ്ട്. രാവിലെ ഗോതമ്പ് അല്ലെങ്കിൽ ഓട്സ് അങ്ങനെയൊക്കെ ലൈഫ് സ്റ്റൈല്. പിന്നെ ഉച്ചയ്ക്ക് മാത്രമായി റൈസ് കഴിക്കുന്നത്, നൈറ്റ് വീണ്ടും ചപ്പാത്തി അല്ലെങ്കിൽ സാലഡ്സ് അങ്ങനെയായി ഇപ്പോഴത്തെ എൻ്റെ ഫുഡ് റൊട്ടീൻ. അപ്പം അത് എനിക്ക് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യം. എന്നാലും ഇപ്പോൾ കൺട്രോളിങ്ങിലാണ് പോകുന്നത്. ഞാനിപ്പോൾ ഈ കൺട്രോളിങ് ഇപ്പോൾ കട്ട് ചെയ്ത എഗെയിൻ എനിക്ക് ഷുഗർ കുറച്ചും കൂടിയും ഹൈ ആവും. അപ്പം അതുകൊണ്ട് തന്നെ കൺട്രോളിങ്ങിലാണ്. പിന്നെ അത് ബേബിക്ക് ഭയങ്കര അൺഹെൽത്തി ആവുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ബേബി ഹെൽത്തി ബേബി ആയിട്ട് വരില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്, നമുക്ക് ഷുഗർ ഹൈ ആയി കഴിഞ്ഞാൽ. അപ്പം ആ ഒരു കാര്യം ഉള്ളതുകൊണ്ട് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും മമ്മി എപ്പോഴും പറയും, നീ ആയതുകൊണ്ട് അത്രയും കടിച്ച് പിടിച്ച് ഇതുപോലെ ഫുഡ് കഴിക്കുന്ന വേറെ ആരെങ്കിലും എനിക്കൊന്നും ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞു, ഞാനിത് തന്നെയായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും നല്ലോണം കഴിക്കും. പക്ഷെ ഈ അകത്ത് കിടക്കുന്ന ആളെ ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും കൺട്രോൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഈ ചോറിൻ്റെ കാര്യത്തിൽ സാക്രിഫൈസ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ഒരു കാര്യം ഇപ്പോൾ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഇച്ചിരി ടെൻഷൻ ഉണ്ട്. ടെൻഷൻ ആൻഡ് ഒരു ചെറിയ വിഷമവും കൂടുതലുള്ള ഒരു കാര്യമാണ്. ഇതിനെല്ലാം പുറമെ എനിക്ക് ഏറ്റവും പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഞാൻ എന്ത് ഫീൽഡിലാണോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു കാര്യങ്ങൾ എനിക്ക് സന്തോഷമായിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വന്തമായിട്ടാണ്. അത് ഒരുപാട് പേരുടെ ഇപ്പോഴും ഡൗട്ട്സാണ്. എല്ലാവരും ചോദിക്കും, ചേച്ചി ഏത് അക്കാഡമി, അല്ലെങ്കിൽ ചേച്ചിയുടെ ആണോ ഈ അക്കാഡമി, മാമിൻ്റെ ആണോ, എനിക്ക് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അത് എൻ്റെ സ്വന്തം അക്കാഡമി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്, എനിക്കൊരു സക്സസ്ഫുൾ ആവണം അല്ലെങ്കിൽ ക്യാബിൻ ക്രൂ ആവണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന പോലെ ഒത്തിരി കുട്ടികൾ വരുന്നുണ്ട്. സോ അവരൊക്കെ എനിക്ക് അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ്. അപ്പോൾ റീസെൻ്റ്ലി 2-3 പേര് ക്യാബിൻ ക്രൂ ആയിട്ട് പ്ലേസ്ഡായി. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അതൊക്കെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നത് ഈ വയറും വെച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഞാൻ എൻ്റെ ഡെലിവറിക്ക് തലേദിവസം വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ശരിയാണ്, പക്ഷെ ഇത് ഓരോരുത്തർക്കും എന്താ പറയുക, ഓരോ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണല്ലോ. ഇതെന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പം ഞാൻ എന്താ പറയുക, ഞാൻ ആദ്യമൊക്കെ ചേൻ്റെ അടുത്ത് ഡിപ്പെൻഡഡ് ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ആളാണ് കൊണ്ടുപോകുന്നതും വരുന്നതും. ഈവൻ ഫുഡാണെങ്കിലും ഞാനൊന്ന് ജസ്റ്റ് എന്താ പറയുക, എന്തെങ്കിലും എടുക്കണമെങ്കിൽ പോലും, ഒരു വാട്ടർ ബോട്ടിൽ എടുക്കണമെങ്കിൽ പോലും ഞാൻ ഭയങ്കര ഡിപ്പെൻഡഡ് ആയിരുന്നു. അപ്പം ആള് തന്നെയാണ് എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ 9th മന്തിലേക്ക് വന്ന് ആളങ്ങ് പോയ പിന്നെ ഇപ്പം ഞാൻ ഡെയിലി ഊബർ വിളിക്കണം, ഊബർ വിളിച്ചിട്ട് പോകണം വരണം. പിന്നെന്താ വന്നു കഴിയുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ. അപ്പം അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും വ്ളോഗ്സ് നന്നായിട്ട് എന്താ പറയുക ലാഗാവാൻ തുടങ്ങി. അതാണ് ഈ ഒരു മാസത്തോളം നിങ്ങൾ എൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊന്നും കാണാതിരുന്നത്. അപ്പോൾ വേറെ ഒന്നും വിചാരിക്കരുത്, അപ്ഡേറ്റ്സ് തരാനായിട്ട് എനിക്ക് ഇഷ്ടമില്ല എന്നിട്ടോ അല്ലെങ്കിൽ വ്ളോഗ്സ് ചെയ്യാനായിട്ട് ഇഷ്ടമില്ല എന്നിട്ടോ അല്ല. പെട്ടെന്ന് പോയത് കൊണ്ടുള്ള ഒരു എന്താ പറയുക വിഷമവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി വന്ന് ഞാനൊന്ന് വീണ്ടും ബാക്ക് ടു നമ്മുടെ ലൈഫിലേക്ക് വന്നു തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആൾ വീഡിയോ കോൾ ചെയ്യും. നെറ്റ്വർക്കൊക്കെ എന്താ പറയുക ഭയങ്കര കുറവാണ്, ലിമിറ്റഡ് ആണ്. എന്നാലും അന്നിടയ്ക്ക് വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ ഡ്യൂ ഡേറ്റ് അടുക്കാറായതുകൊണ്ടും കൂടെ ഭയങ്കര ടെൻസ്ഡാണ്. എന്തായിരിക്കും എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത്, എങ്ങനെയുണ്ട്, കിടക്കാൻ പോകുന്നതിന് മുമ്പ് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് തന്നെയാണ് ആള് പോകുന്നത്. അപ്പോൾ ഇനി എന്തായാലും അധികം ഗ്യാപ്പ് വരത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു കംപ്ലീറ്റ് പ്രഗ്നൻസി ജേണി ആസ് ഓഫ് നൗ. അപ്പം ഇനിയിപ്പോൾ ഡെലിവറിക്കാണെങ്കിലും ഹസ്ബൻഡ് ഉണ്ടാവില്ല, പിന്നെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെന്ന് പറയാൻ പപ്പ, മമ്മി, അനുവൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക ഭയങ്കര എന്താ പറയുക ഒന്നാമത്തെ കാര്യം ടെൻഷൻ. എനിക്ക് ഇച്ചാനുണ്ടെങ്കിൽ ഇത്രയും ടെൻഷൻ ഉണ്ടാവില്ലായിരുന്നു. കാരണം ആളുണ്ടല്ലോ, ആളൊപ്പം ഉണ്ടല്ലോ എന്നുള്ളൊരു എന്താ പറയുക ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു എന്താ പറയുക അറിയില്ല, ആ ഒരു ഡേ എങ്ങനെ ഞാൻ ഹാൻഡിൽ ചെയ്യും തനിയെന്നുള്ളത്. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ഭയങ്കര എന്താ പറയുക, അത് പറയാൻ തന്നെ ടെൻഷനാവുള്ളൂ. എനിവേസ് ഇനി അങ്ങോട്ട് നമ്മളുടെ വ്ളോഗ്സ് കാര്യങ്ങളൊന്നും ഞാൻ അധികം പെൻഡിങ് വരുത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എടുക്കുമെന്ന് തന്നെയാണ്. കാരണം ഇനിയിപ്പോൾ ഹോസ്പിറ്റൽ ഡേയ്സ് ആണ് വരുന്നത്. ബാഗ് പാക്കിങ്ങിനുള്ള ഐറ്റംസ് ഞാൻ കഴിഞ്ഞ ഷോർട്സ് ഫുൾ വ്ളോഗിൽ പറഞ്ഞു, ഈ വാർഡ്രോബ് ഫുൾ ബേബിക്ക് വേണ്ടി സെറ്റ് ചെയ്തു. അതിപ്പോൾ ഫുൾ ഫില്ലായിട്ടുണ്ട്. ഇനി ഐറ്റംസ് എല്ലാം കൂടെ എനിക്ക് ഹോസ്പിറ്റൽ ബാഗിലേക്ക് കൊണ്ടുപോകാനുള്ളത് ഷിഫ്റ്റ് ചെയ്യാനുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും വീഡിയോയിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാം.
അപ്പം ഇനി അടുത്തൊരു വ്ളോഗിൽ കാണാം. അൻറ്റിൽ ദെൻ